KPC ആസ്ഥാനത്തൊരു ചടങ്ങ് നടക്കുകയാണ്. പുതിയ KPCC പ്രസിഡന്റ് രാവിലെ 9:30 ചുമതല ഏൽക്കുകയാണ്. ഉൾപ്പൂർ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൽ. കാരണം ഈ സണ്ണി ജോസഫിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു, ആന്റണിയെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ കെ സുധാകരനെ മാറ്റുന്നുവെന്ന് വന്നപ്പോൾ കെ മുരളീധരൻ നടത്തിയൊരു പരാമർശമാണ് ഈ ഇതിൽ ചിരിയുണർത്തിയത്. ഫോട്ടോ കണ്ടാലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളായിരിക്കണം KPCC അധ്യക്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആ തീരുമാനവുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇന്ന് KPCC ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, പുതിയ പ്രസിഡന്റിനെ സാധാരണ ആഘോഷമായി വരവേൽക്കുന്ന കാഴ്ചയാണ് KPCC ആസ്ഥാനത്ത് ഉള്ളതെങ്കിൽ ഇത്തവണ ഉൾപ്പൂർ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പുറമെയെങ്കിലും കാണിക്കാനുള്ള ശ്രമമുണ്ടോ? എല്ലാ നേതാക്കളും അവിടെ എത്തിച്ചേരും എന്ന് കരുതുന്നുണ്ടോ? പ്രശാന്ത് ശങ്കരമംഗലത്ത്. പ്രദീപിള്ള 9:30 ചടങ്ങുകൾ ആരംഭിക്കുക. KPCC ആസ്ഥാനത്തിൽ ലളിതമായ ചടങ്ങുകളായിരിക്കും ഉണ്ടാകുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ സണ്ണി ജോസഫിന് പദവി കൈമാറും. അങ്ങനെ ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹം AK ആന്റണി, മുൻ മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണിയുടെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയുടെ വസതിയിലെത്തും. അദ്ദേഹത്തെ വസതിയിലെത്തിൽ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും KPCC ആസ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ മറ്റ് വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുത്ത ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് MLA എന്നിവരടക്കം ഇതോടൊപ്പം തന്നെ ചുമതലയേൽക്കുകയും ചെയ്യും. KPCC ആസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തകർ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. നേതാക്കളടക്കം അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ഫ്ലെക്സ് ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. കെ സുധാകരൻ്റെയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ്, സണ്ണി ജോസഫ് എന്നിവരുടെ എല്ലാം ഫ്ലെക്സ് ബോർഡുകളെല്ലാം സ്ഥാപിച്ചൊരു സ്വാഗതം ഫലകം KPCC ആസ്ഥാനത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ 9:30 ഈ ചടങ്ങുകൾ ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വലിയ വെല്ലുവിളിയായിരിക്കും സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം KPCCയെ കൊണ്ടുപോകുക എന്നുള്ളത്, നേതൃത്വത്തെ കൊണ്ടുപോകുക എന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം ഒന്ന്, പാർട്ടിയിലെ ഉൾപ്പോര് തന്നെയാണ് ഇപ്പോഴും അത് ശക്തമായി തുടരുന്നുമുണ്ട്. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം, എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടായത്. സുധാകരൻ മാറില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത്തരത്തിലൊരു AICC നേതൃത്വം പോലും ഇത്തരം തീരുമാനമെടുത്തില്ല എന്ന് പറയുന്നു. എന്നാൽ ആ തീരുമാനങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് ഒരു അപ്രതീക്ഷിത നീക്കം AICCയുടെ ഭാഗത്തുണ്ടാകുന്നു. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥാനാരോഹണം എന്ന നിലയിൽ ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുമ്പോൾ തന്നെ സുധാകരൻ എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടത്. കാരണം മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 2 തവണ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ UDFനെ ഭരണത്തിലേക്ക് എത്തിക്കാൻ, കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിക്കാൻ എത്രത്തോളം സണ്ണി ജോസഫിന് സാധിക്കും? നേതാക്കളുടെ പിന്തുണ എത്രത്തോളം ലഭിക്കുമെന്നാണ് കരുതുന്നത്? ജിഷ്ണു, സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ കണ്ണൂരിൻ്റെ ഒരു പ്രാദേശിക രാഷ്ട്രീയം മാത്രം കൈമുതലാക്കിയ ആളെന്നാണ് വിമർശനങ്ങളായിട്ട് വരുന്നത്. അത്തരത്തിൽ ഉള്ളൊരാൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ എത്ര കണ്ടതിൽ ഈ പ്രവർത്തകരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ഏറ്റവും വെല്ലുവിളിയായി വരുന്നത്. നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിനുള്ളിലെ അച്ചടക്കമില്ലായ്മ പലപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ മറന്നേക്ക് വന്നിട്ടുണ്ട്. അതായത് അധ്യക്ഷൻ ഒരു ഭാഗം പറയുമ്പോൾ അല്ലെങ്കിൽ അധ്യക്ഷൻ ഒരു കാര്യം പറയുമ്പോൾ പ്രവർത്തകർ അതിനെതിരായിട്ടുള്ള മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും പറയുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഈ പ്രവർത്തകരെയെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമെന്നതാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത്. മറ്റൊന്ന്, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയാൽ മാത്രമേ ഉള്ളൂ അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി മാത്രം നമുക്ക് കരുതാൻ കഴിയുമല്ലോ. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടിയാണ്, ഒരു
പരീക്ഷണ ഘട്ടം കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിജയിച്ചെടുക്കുക എന്നത് വലിയ ഒരു ദൗത്യമാണ്, ശ്രമകരമായ ദൗത്യമാണ്. അതിൽ വിജയിച്ചെടുക്കേണ്ടത് ഇപ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായി വന്നിരിക്കുകയും ചെയ്യുകയാണ്. കാരണം ഈ സ്ഥാനം തന്നെ നിലനിൽപ്പിലേക്ക് എത്തുന്ന എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് തവണയായി പ്രതിപക്ഷ സ്ഥാനത്താണ് കോൺഗ്രസ് ഇരിക്കുന്നത്. ഇപ്പോഴും പല സംഘടനാ സംവിധാനങ്ങളടക്കം ഈ പ്രതിപക്ഷത്ത് വന്നതോടുകൂടി തന്നെ താറുമാറുന്ന സാഹചര്യമുണ്ട്. ഭരണം നഷ്ടപ്പെട്ടതോട് തന്നെ പല ഇടങ്ങളിലും സംഘടനാ സംവിധാനം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ കോൺഗ്രസിന് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല പ്രവർത്തകർക്കുള്ളിൽ തന്നെ അമർഷമുണ്ടാക്കുന്നൊരു അവസ്ഥയുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറണമെങ്കിൽ ഭരണം പിടിക്കണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ കടുത്ത വെല്ലുവിളിയാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇനി നേരിടാൻ പോകുന്നത്.